കടുത്ത വേനൽ വന്നു തുടങ്ങിയതോടെ പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥ സംജാതമാവുകയാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പല സ്ഥലങ്ങളിലും നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച വേനലിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പല കിണറുകളും വറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ ഉപയോഗം കഴിയുന്ന പരമാവധി നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ വളരെ കുറഞ്ഞ രൂപത്തിൽ എങ്ങനെയാണ് വെള്ളം ഉപയോഗിച്ച് നമുക്ക് വുളു ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ചോദിച്ചു, ഒരു വുളു എടുക്കാൻ പരമാവധി എത്ര വെള്ളം ഉപയോഗിക്കണം, അതിലെങ്ങനെ എത്രയും കുറച്ച് വുളു എടുക്കാൻ കഴിയുമെന്നുള്ളത്. അത് ഏറ്റവും നല്ലത് പഴമയിലേക്കൊന്ന് തിരിച്ചു പോവുക എന്നതാണ്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന, നമ്മുടെ നാട്ടിൽ പറയുന്നത് കിണ്ടി എന്നാണ്, ചില സ്ഥലങ്ങളിൽ മൂളി എന്ന് പറയും. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം. അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ വുളു എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ വളരെ ഭംഗിയായി എല്ലാ സ്ഥലങ്ങളും വെള്ളം എത്തിക്കേണ്ട മുഴുവൻ സ്ഥലങ്ങളും വെള്ളം എത്തിച്ചുകൊണ്ട് കഴുകപ്പെടേണ്ട മുഴുവൻ സ്ഥലങ്ങളും കഴുകുകയും വെള്ളം ഒലിപ്പിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വളരെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് വുളു ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്കാകെ ചിലവഴിക്കേണ്ടി വരുന്നത് ഒരു കപ്പ് വെള്ളം മാത്രമാണ്. അപ്പോൾ ഒരു കപ്പ് വെള്ളം അത് ഈ കിണ്ടി എന്ന ഈ പാത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൂളി എന്ന് പറയുന്ന ഈ പാത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വുളു ചെയ്യുകയാണെങ്കിൽ പരമാവധി വെള്ളത്തിനെ നമുക്ക് കുറച്ചുകൊണ്ട് വുളുവിനെ പൂർണ്ണമാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് കഴിയുമെങ്കിൽ വുളുവിൻ്റെ സമയത്തും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പാത്രം വളരെ ഉപകാരപ്പെട്ടതാണ്. ബാത്റൂമിലൊക്കെ അതുണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും. നമ്മൾ ടേപ്പ് പിടിച്ച് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുത്തുന്നതിനുപരി ഈ ഒരു ഉപകരണം, ഈ ഒരു പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ വെള്ളത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രം തന്നെയാണല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്നും കൂടി വിപണിയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിൽ ഇത്തരം ഒരു പാത്രമുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ കഴിയും. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് പണ്ട് കാലങ്ങളിൽ വുളു ചെയ്യാനും അതുപോലെ മലമൂത്ര വിസർജന ശേഷമുള്ള ശുദ്ധീകരണത്തിനും ഇത്തരം വിഷയങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പാത്രം ഇതാണ്. ഈ പാത്രം ഒന്നും കൂടി നമ്മുടെ വിപണിയിൽ എത്തിക്കുകയും ഇത്തരം സമയങ്ങളിൽ, വെള്ളം കുറഞ്ഞ സമയങ്ങളിൽ ഇത് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു കപ്പ് വെള്ളം ഇതിൽ കൊള്ളുള്ളൂ. ഇത് തന്നെ നമുക്ക് ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കും. കാരണം ചെറിയ രൂപത്തിൽ ഇതിൻ്റെ ഫോഴ്സ് വളരെ ചെറുതായതുകൊണ്ട് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് കൂടിയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇതുണ്ടാവും. ഇതിൻ്റെ ഓടിൻ്റെതും അലുമിനിയുടെയും, ഇത് സ്റ്റീലിൻ്റെതാണ്. ഇതിൻ്റെ ഓട് പാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ അലുമിനിയ പാത്രങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വിപണിയിലുണ്ട്. ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഇത്തരം സമയങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, വെള്ളം വളരെ കുറഞ്ഞ സമയത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, ഈ പാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ വുളു ചെയ്യുന്ന ഒരു രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ വുളു ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ്. ഒറ്റ കപ്പ് വെള്ളം നമ്മളത് കിണ്ടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ആ ഒരു കപ്പ് അല്ലാതെ, കിണ്ടിയിലല്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വുളു ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ കിണ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കപ്പ് വെള്ളം തന്നെ മതി നമുക്ക് പൂർണ്ണമായ ഒരു വുളു ഉണ്ടാക്കാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ളത്, ഒരു കപ്പ് വെള്ളത്തേക്കാൾ ചുരുങ്ങിയ, അഥവാ ഒരു മുദ്ദ് വെള്ളത്തേക്കാൾ ചുരുങ്ങിയ രൂപത്തിൽ വുളു ചെയ്യരുത്. വുളുവിൻ്റെ വെള്ളം ഒരു മുദ്ദിൽ കുറയാതിരിക്കുക എന്ന് ബഷറുൽ കരീമിൻ്റെ 1-ാം വാള്യം 27-ാമത്തെ പേജ് പറയുന്നുണ്ട്. എന്നാൽ അമിതമായി ചെയ്യാൻ പറ്റുമോ? അതും പാടില്ല. അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെന്ന് റൗദയുടെ 1-ാം വാള്യം 63-ാമത്തെ പേജിലുമുണ്ട്. അപ്പം മിതമായ രൂപത്തിലാണ് വെള്ളം വേണ്ടത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒരാൾ വുളു ചെയ്യുന്ന ഒരു വീഡിയോ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വുളു ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അയാളത് ആ ഗ്ലാസ് വെള്ളം കൊണ്ട് ശരീരത്തിലൊക്കെ തുടയ്ക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുടയ്ക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വുളുവിൻ്റെ ഷർത്ത്, അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിരിക്കണം, എന്നാലേ അത് വുളുവാവുന്നുള്ളൂ. മറ്റത് ശരീരത്തിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ തൊട്ട് തേക്കുന്നത് കൊണ്ട് ഓയിൻമെൻറ്റ് വരട്ടുന്ന മാതിരിയാവുക എന്നല്ലാതെ വുളു ആവുന്നില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ്. അപ്പോൾ വെള്ളം ഓവറാക്കാതെയും വെള്ളം പറ്റ കുറഞ്ഞുകൊണ്ടും ഉള്ള രൂപം പാടില്ല. ഒരു മിതമായ രൂപത്തിലുള്ള വെള്ളം നമുക്ക് ഈ രൂപത്തിൽ കിണ്ടിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞ വെള്ളം മതി.
ഇതിൻ്റെ ടാപ്പിൽ നിന്ന് വുളു എടുക്കുകയാണെങ്കിൽ കൂടി നമുക്കതിൻ്റെ ഫോഴ്സ് കുറച്ച് വെച്ചാൽ കുറഞ്ഞ വെള്ളം കൊണ്ട് നമുക്ക് വുളു എടുക്കാൻ കഴിയും. നമ്മളത് ഫുൾ സ്പീഡിൽ തുറന്ന് വെച്ചിട്ടാണല്ലോ വുളു എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇവിടെ കണ്ടല്ലോ, ഒരു കിണ്ടി വെള്ളം കൊണ്ട് ഞാൻ വുളു എടുത്തു. ഇപ്പോൾ വുളു എടുക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം, തൊട്ട് വെക്കലല്ല, എല്ലാ ഭാഗത്തും വേണ്ട രൂപത്തിൽ വെള്ളം ഒലിക്കുന്നുണ്ട്. ഒലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴുകുന്നത്. വെള്ളം കുറവായി എവിടെയും തോന്നുകയില്ല. അതിൻ്റെ കാരണം ഇത്രയും ഫോഴ്സ് കുറഞ്ഞ രൂപത്തിൽ വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാണെങ്കിൽ ഒരുപാട് വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പല സ്ഥലങ്ങളും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം, ഈ വെള്ളത്തിൻ്റെ എല്ലാ അവസ്ഥയും കഴിഞ്ഞിട്ട് അവസാനം വെള്ളത്തിൻ്റെ അല്പത്ത് കുടിക്കുക കൂടി ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് വെള്ളം ബാക്കിയാണ്. എത്രത്തോളം വെള്ളം വീണ്ടും ബാക്കി കാണുന്നു. അത്രയും കുറഞ്ഞ വെള്ളം മതി നമുക്ക് പൂർണ്ണമായ ഒരു വുളു എടുക്കാൻ. ഈ രൂപത്തിൽ വെള്ളം കുറച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വുളു എടുത്തുകൊണ്ട് ശീലിക്കുക. അമിതമായി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ലവരായി ജീവിച്ച് നല്ല രൂപത്തിൽ മരിച്ചു പോകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.